ഭരണകർത്താക്കൾ അഴിമതികളിൽ നിന്നും ആരോപണങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കണം. അങ്ങനെയാണ് നീതിശാസ്ത്രം. രാജാവ് നന്നായാലേ ഭടന്മാരും പരിവാരവും സാധാരണ ജനങ്ങളും നന്നാവൂ. ഏകാധിപത്യ വ്യവസ്ഥയിൽ ഒരിക്കലും ഒരു സ്വാതന്ത്ര്യം ലഭിക്കുകയില്ല. രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയായിരിക്കണം രാജാവിൻ്റെ ധർമ്മം. ഇതൊക്കെയാണ് പണ്ടുള്ളവർ എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ജനാധിപത്യമാണ്. നമുക്കെല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്, അന്യൻ്റെ മൂക്കിൻ്റെ തുമ്പിൻ്റെ ഇടം വരെ. ആ സ്വാതന്ത്ര്യം നമ്മൾ ലംഘിക്കുമ്പോൾ അവിടെ അക്രമം നടക്കുന്നു. പിന്നെ മാത്രമല്ല, ആവശ്യമില്ലാത്ത ഒരു വികാരപരമായിട്ടുള്ള കാര്യങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളിലെ കടത്തിവിടുകയാണെങ്കിൽ, അവരുടെ മനസ്സിലേക്ക് കടത്തിവിടുകയാണെങ്കിൽ അത് വളർന്നുകൊണ്ടേയിരിക്കും. മിക്കവാറും എല്ലാ കുഞ്ഞുങ്ങൾക്കും, ഇപ്പോൾ അധികമില്ല എന്നാലും പല കുഞ്ഞുങ്ങൾക്കും, അതായത് പല പാർട്ടികളിലും മെമ്പറായിട്ടുള്ളവരുടെ മക്കൾക്ക് കുറേയൊക്കെ അവരുടെ മനസ്സിലൊരു രാഷ്ട്രീയ ചിന്തയുണ്ടാവും. ഇപ്പോൾ ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ്, അല്ല കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസ്, BJP ആണെങ്കിൽ BJP. നമ്മുടെ രാജ്യത്ത്, വേറെ രാജ്യങ്ങളിലും അങ്ങനെ ഉണ്ടാവാം. എന്നാൽ ഇപ്പോഴത്തെ ഒരു തലമുറയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്കിതിനൊന്നും സമയമില്ല. അവർ കൂടുതലും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉപയോഗിക്കാനും ഓൺലൈൻ വഴിയുള്ള പരിപാടികൾ ചെയ്യാനും വളരെ മിടുക്കന്മാർ അതുവഴി പണം സമ്പാദിക്കാനും ഒക്കെ അറിയുന്നു. പഠിക്കുന്നതിൽ മാത്രം ശ്രദ്ധ ചെലുത്തുകയും അതുവഴി വിദേശ രാജ്യങ്ങളിൽ പോലും അറിയപ്പെടാനും അവർക്ക് കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ട അമ്മമാരെ, അച്ഛന്മാരെ, നിങ്ങൾ ഒരു പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കാം. പക്ഷേ പാർട്ടി ജാഥകൾക്കും പാർട്ടി സമ്മേളനങ്ങൾക്കും നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോകാതിരിക്കുക. അവർ നല്ല മനുഷ്യരായിട്ട് വളരട്ടെ. അവരൊരു ന്യൂട്രൽ മെൻറ്റാലിറ്റി അവരിൽ നർച്ചർ ചെയ്തെടുക്കണം. അവർ നല്ല പൗരന്മാരായിരിക്കണം. അവർ പഠിത്തത്തിൽ ശ്രദ്ധിക്കട്ടെ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ ശ്രദ്ധിക്കട്ടെ. അങ്ങനെ നമ്മുടെ രാജ്യം ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും നല്ല രാജ്യമായി, അല്ലെങ്കിൽ വളർച്ചയിൽ വളരെയധികം മുന്നിലേക്ക് പോകട്ടെ. ശാസ്ത്രജ്ഞന്മാരെയും അതുപോലെ തന്നെ എൻജിനീയേഴ്സിനെയും വൈദ്യരംഗത്ത് പ്രഗത്ഭന്മാരെയും നമുക്ക് സൃഷ്ടിക്കാൻ പറ്റട്ടെ. ചെറുതിലേ മുതൽ കുഞ്ഞുങ്ങളിൽ ഈ രാഷ്ട്രീയത്തിൻ്റെ വിഷവിത്തുകൾ നിങ്ങൾ പാകിക്കൊടുക്കരുത്. ഓക്കെ.